നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ക്വാർട്ടർ ഫൈനലിലെ ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അലൈൻ FC പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും അൽ നസർ വിജയം അർഹിച്ചിട്ടില്ല. മോശം പ്രകടനമായിരുന്നു അവരിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ച് മധ്യനിരയിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അൽ നസറിന് കഴിയാതെ പോയി. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു പരാജയം എന്ന് പറയുന്നത്. ആൻഡേഴ്സൺ ടാലിസ്ക ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അൽ നസറിൻ്റെ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുമ്പോൾ ക്രിസ്ത്യാനോയുടെ പ്രകടനം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മുന്നേറ്റത്തിൽ സാദിയോ മാനയുടെ റേറ്റിംഗ് 7.2, ഐമൻ യഹിയ 7.3, ഒറ്റാവിയോ 7.4. ക്രിസ്ത്യാനോക്ക് ഇപ്പോൾ sofascore.com നൽകിയിരിക്കുന്ന റേറ്റിംഗ് 6.9 ആണ്. അദ്ദേഹത്തിൻ്റെ 90 മിനിറ്റ് നേരത്തെ പ്രകടനം നോക്കുമ്പോൾ ഗോളുകളില്ല, അസിസ്റ്റ് ഇല്ല. 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് അദ്ദേഹം ഉതിർത്തത്. 3 ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. 2 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ നടത്തി. 1 അദ്ദേഹം സക്സസ്ഫുൾ ആക്കി. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു. 32 ടച്ചുകൾ അദ്ദേഹം നടത്തി. 18 പാസുകളിൽ 13 കൃത്യമായി ലക്ഷ്യത്തിലേക്ക്, അതായത് 72% പാസിംഗ് ആക്യുറസി. ഒരു ക്രോസ് കൊടുത്തു. ഗ്രൗണ്ട് ഡ്യുവൽസ് 4, അതിൽ 3 ക്രിസ്ത്യാനോ വിൻ ചെയ്തു. ഏരിയൽ ഡ്യുവൽസ് 5, 2 അദ്ദേഹം വിൻ ചെയ്തു. 11 തവണ അദ്ദേഹത്തിൽ നിന്ന് പൊസിഷൻ ലോസ്റ്റ് ആയി. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാധാരണയുള്ളൊരു മികവിലേക്ക് അദ്ദേഹം ഇന്നലെ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മധ്യനിരയിൽ നിന്ന് അത്രയധികം സപ്ലൈയും വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഈ ഒരു കളി വെച്ച് 2ാം പാദത്തിൽ അൽ നസറിന് വിജയിച്ച് കയറുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. അതിൽ നിന്ന് മാറ്റം ലൂയിസ് കാസ്ട്രോ വരുത്തും, തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. മധ്യനിരയിൽ അടുത്ത കളിയിൽ ബ്രിസോവിച്ചിനെ ഇറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.